ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ പ്രിയങ്ക ചോപ്രയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ തനിക്ക് ചുറ്റുമിരിക്കുന്നവരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിയങ്ക, ഇതും താങ്കൾ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. വലിയ തീഫാണെന്നുള്ളത് അംഗീകരിച്ചു, ചീറ്ററാണെന്നുള്ളത് അംഗീകരിച്ചു, ഒപ്പം ഒരഹങ്കാരിയുമാണ്. ഒരുപക്ഷെ എന്റെ കണ്ണുകളിൽ ഞാൻ തന്നെയാണ് ബെസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത് അഹങ്കാരമാണെങ്കിൽ അതെ. അപ്പൊ താങ്കൾ ഞാനാണ് നമ്പർ 1, എനിക്ക് മേളിൽ ആരും ഇല്ലെന്നാണ് പറയുന്നത്? അല്ല, അങ്ങനെയല്ല. ഞാൻ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ ഞാൻ എപ്പോഴും ബെസ്റ്റായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നവുമില്ല. വേറൊരാളുടെ സിനിമ നന്നായിട്ട് ഓടുന്നുണ്ടോ, ഓടുന്നില്ലേ, ഇവരെന്ത് ചെയ്യാണ്, അവരെന്ത് ചെയ്യാണ്, ഇതൊന്നും എന്റെ ജീവിതത്തില് ദൈവം എനിക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളതെന്ന് വെച്ചാല് ഞാൻ വളരെ ഭാഗ്യശാലിയാണ്. നിങ്ങൾ ഇതിനെ അരഗൻസ് ആണ് വിളിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ. അപ്പൊ ഇതൊന്നും അരഗണ്ടല്ലേ? താങ്കൾ കരീനയും കത്രീനയും ഒന്നുമല്ല, ഞാനാണ് എല്ലാവരെക്കാളും ഹോട്ടെന്നൊക്കെ കരുതുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കരീന ഒന്നുമല്ല, കത്രീന ഒന്നുമല്ല, ദീപിക ഒന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫില് ഞാനാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാള്, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്ന ആള്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആള്. ഒപ്പം എല്ലാ റോളും തനിക്ക് തന്നെ കിട്ടണമെന്നുള്ള അത്യാഗ്രഹമൊന്നുമില്ല. എനിക്ക് കിട്ടുന്ന റോൾസ് ഏതാണോ അത് ഞാൻ നന്നായിട്ട് ചെയ്യണം. ഞാൻ ഒരിക്കലും അങ്ങനെ, ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് അങ്ങനെയൊന്നും നടന്നിട്ടില്ല. കാരണം ഞാൻ ജോലി ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു സിനിമ ചെയ്യാനുള്ളത് ഞാനാണെങ്കിൽ അത് അങ്ങോട്ട് പോയി ചോദിക്കേണ്ട ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇതുവരെ അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ ബൈ ഗോഡ്സ് ഗ്രേസ് ഇങ്ങോട്ട് എന്നെ അന്വേഷിച്ച് വന്ന സിനിമകളാണ്. ഈ ഇൻഡസ്ട്രിയിൽ എനിക്കാരും അറിയില്ല. അപ്പോൾ അത് അങ്ങനെ നടന്നതാണ്, എന്തോ മെറിറ്റിൽ വന്നതായിരിക്കാം. അതുകൊണ്ട് എല്ലാ സിനിമകളും എനിക്ക് തന്നെ ചെയ്യണം, അതെല്ലാം എനിക്ക് തന്നെ വരണം, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. ഒരിക്കലും ഇല്ല. എനിക്കൊരു സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടല്ല പിന്നെ അതിനെ നോന്ന് പറയാൻ മനസ്സ് വരില്ല. അത് എനിക്ക് തന്നെ ചെയ്യണമെന്ന് തോന്നും. ഇത് സത്യമാണോ? ദോസ്താന, കമീന, ഈ 2 പടങ്ങളും താങ്കൾക്ക് നല്ല പേരാണ് വാങ്ങിച്ചു കൊടുത്തത്. ഈ 2 സിനിമകൾക്കും താങ്കൾ ആദ്യം നോന്ന് പറഞ്ഞെന്ന് കേട്ടു. ഇല്ല, ദോസ്താനയ്ക്ക് ഞാൻ നോ പറഞ്ഞില്ല. കമീനയ്ക്ക് ആദ്യം നോന്നാ പറഞ്ഞേ. ഫാഷനും ആദ്യം നോന്നാ പറഞ്ഞേ. ഫാഷന് നോ? അതെ. ആ ഫാഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫാഷൻ ഞാൻ സിനിമയിൽ വന്നിട്ട് 4-5 വർഷമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ വന്ന സിനിമയാ. ആ സമയത്ത് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമയൊക്കെ ക്യാരി ഓഫ് ചെയ്യാൻ പറ്റും, അത് എൻ്റെ ഷോൾഡേഴ്സിൽ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഞാൻ മധുവിനോട് പറഞ്ഞു, സർ ഐ ഡോണ്ട് തിങ്ക് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് എന്റെ മുകളിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. നീ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഈ സിനിമ എടുക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്തു ടു ഡു ഇറ്റ്, ടു ബി ഏബിൾ ടു ഡു ഇറ്റ്. നിനക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ബിക്കോസ് അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. ആ കമീനെ അതിൽ നോക്കിയാല് എനിക്ക് ആകെപ്പാടെ 8 സീൻസേ ഉണ്ടായിരുന്നുള്ളൂ ആ സിനിമയിൽ. പിന്നെ ഞാൻ വിശാൽ സാറിനോട് പറഞ്ഞു, സാർ ഇതിലെനിക്ക് ആകെ 8 സീനേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, നീ സ്ക്രിപ്റ്റ് നോക്ക്, അറ്റ്ലീസ്റ്റ് ഇത് കേക്ക്. ആ സമയത്ത് എനിക്ക് ദോസ്താനയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം എനിക്ക് സ്ക്രിപ്റ്റിന്റെ നറേഷൻ നടത്തിയിട്ട് പറഞ്ഞു തന്നത്. എനിക്ക് തോന്നുന്നത് വിശാൽ സാർ ഇസ് ഇന്ത്യസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം മേക്കേഴ്സ്. അദ്ദേഹം എപ്പോഴും വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആഫ്റ്റർ ഹി സെഡ് ദാറ്റ് ഐ എം ഗ്രീഡി ടു ഡു ദ ഫിലിം, ഐ വിൽ വർക്ക് വിത്ത് യു. ദോസ്താനെ പോലുള്ളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് കമീനെ പോലുള്ളൊരു സിനിമ ചെയ്യുന്നത് കുറച്ച് വിചിത്രമായിട്ട് തോന്നുന്നില്ലേ? ഇല്ല, ഞാൻ സ്റ്റൈലിൽ, ലുക്സിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളല്ലേ ചെയ്യുന്നത്. അവിടെയും ചെയ്യും, ഇവിടെയും ചെയ്യും. അവിടെ ഡോൺ ചെയ്യുന്നു, ഇവിടെ സാദ് ഖൂൻ മാഫ് ചെയ്യുന്നു, വേറൊരിടത്ത് കൃഷി ചെയ്യുന്നു, അപ്പോഴത്തേക്കും ബർഫി ചെയ്യുന്നു. അങ്ങനെ ഐ ലൈക്ക് ഡൂയിങ് ഡിഫറെന്റ് മൂവീസ്. ഞാൻ അതല്ലേ പറഞ്ഞ, എന്റെ അറ്റൻഷൻ സ്പാൻ വളരെ ഷോർട്ടാണ്. സെയിം ടൈപ്പ് ഓഫ് റോൾസ് ചെയ്ത് എനിക്ക് ബോറടിക്കും. ഫിലിം ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ താങ്കൾക്ക് ഡയലോഗ് പറഞ്ഞു തരുകയോ അല്ലെങ്കിൽ ആക്ട് ചെയ്ത് കാണിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കഴുത്ത് അങ്ങ് ഞെരിച്ച് കൊന്നാലൊന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പെണ്ണായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാനത് പറയില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പോവും. പക്ഷെ ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഞാൻ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വരുന്നത്. പിന്നെ എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഗോഡ് ഫാദർ എന്ന് പറയാൻ ആരും ഇല്ല. ഞാൻ അങ്ങനെ ഒറ്റയ്ക്കുള്ളൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ പലർക്കും അങ്ങനെ വിചാരിക്കാം, ഫ്രീഡം ഉണ്ട്, അവർക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാമല്ലോ നമ്മുടെ അടുത്ത്. കാരണം എനിക്കാരും തണല് തരാൻ വേണ്ടിയിട്ടില്ലല്ലോ അങ്ങനെ. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ എന്റെ പേരൻസ് എന്നെ നല്ല ക്വാളിറ്റീസോടുകൂടി വളർത്തിയത്. സോ ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേ? അതുകൊണ്ട് താങ്കൾ ഈ സിനിമ ഉപേക്ഷിക്കുന്ന രീതി? ഒരുപാട് സിനിമകൾ അങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഡയറക്ടേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വാക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ തന്നെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എന്താന്ന് വെച്ചാൽ എന്റെ ഒരു ആത്മാഭിമാനം എനിക്ക് വളരെയധികം പ്രധാനമാണ്. ഒരു ഡയറക്ടർ താങ്കളെ ആവശ്യത്തിൽ കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് താങ്കൾ ആ സിനിമ ഉപേക്ഷിച്ചു. എന്താ നടന്നെന്ന് വെച്ചാല്
അയാള് കുറച്ച് അപമര്യാദയായിട്ട് സംസാരിച്ചു. ഞാൻ അപ്പോഴാണ് സിനിമയിലേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഡയറക്ടർ എന്റെ ഡ്രസ് ഡിസൈനറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ അങ്ങേർക്ക് അറിയാമായിരിക്കും ഞാൻ അയാളുടെ അടുത്ത് തന്നെ നിപ്പുണ്ടായിരുന്നെന്ന്. ബട്ട് ഹീ ഡിൻ കെയർ. അതോ ഇനി ഞാൻ അവിടെ ഉണ്ടെന്ന് അയാൾക്ക് അറിഞ്ഞുടാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ പുള്ളി എന്റെ ഡ്രസ് ഡിസൈനറോട് സംസാരിക്കുന്നത് വളരെ ചീപ്പായിട്ട്. ആ ഡ്രസ്സ് അത്ര ചെറുതായിരിക്കണം, അതായത് അത് ഇട്ടിരിക്കുന്ന ആളുടെ പുറത്തായിരിക്കണം എല്ലാവരുടെയും കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ചീപ്പായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതോടെ ഞാൻ അയാളെ മറന്നു. അപ്പോഴേക്കും 2 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നു. ആ ഡയറക്ടറിന് ഇതുവരെ അറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ആ സിനിമ ഡ്രോപ്പ് ചെയ്തതെന്ന്. ഏതായാലും അടുത്ത ദിവസം ഞാൻ വീട്ടിൽ പോയി. പുതുതായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ വന്നതല്ലേ ഉള്ളൂ. അപ്പൊ അന്ന് എന്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് പൈസയൊന്നും ഇല്ല. എന്നിട്ട് ഞാൻ എന്റെ അഡ്വാൻസ് തിരിച്ചു കൊടുത്തു. 2 ദിവസം ഷൂട്ടിങ്ങിന് പോയല്ലോ, ആ 2 ദിവസം എനിക്ക് ചെലവായതെല്ലാം തിരിച്ചു കൊടുത്തു. അത് ആ സിനിമ വേണ്ടാന്ന് പറഞ്ഞു വിട്ടു. ഐ തിങ്ക് അദ്ദേഹം ഈ ഷോ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും ഞാൻ പുള്ളിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ല. അപ്പോ ഇൻഡയറക്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ എന്ത് ചോദ്യമാണെങ്കിലും മര്യാദയ്ക്ക് ചോദിക്കണമെന്നല്ലേ? രജത് സാർ, എനിക്ക് അങ്ങയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അങ്ങ് എപ്പോഴും മര്യാദ തന്നു തന്നെയാണ് സംസാരിക്കാറുള്ളത്. ഇപ്പോഴൊക്കെ നല്ല റോളുകൾക്ക് സൈസ് 0 ആണ് ആവശ്യമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെയല്ലല്ലോ, എനിക്ക് നല്ല സിനിമകളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ. പിന്നെ അതിനുവേണ്ടി താങ്കൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. പൊറോട്ടയും കഴിക്കുന്നുണ്ട്, ജിമ്മിൽ പോകാൻ പേടിയാണെന്ന് പറഞ്ഞു. ജിമ്മിലൊക്കെ പോവാറുണ്ട്, പേടിയല്ല. പക്ഷെ കുറച്ച് ലേസിയാണ്. ഐ വർക്ക് എ ലോട്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് ഗ്രീഡിയാണ്. ഏത് സിനിമ കിട്ടിയാലും ഞാൻ ചെയ്യും. സോ നല്ല സിനിമകളൊക്കെ വരുമ്പം ഗോഡ്സ് ഗ്രേസ് എനിക്ക് നല്ല സിനിമകളെ വരാറുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ ഞാൻ അങ്ങനെ നോ പറയാറില്ല. വർഷത്തിൽ 6 സിനിമ ചെയ്യുന്നുണ്ട്, എനിക്ക് അത് തന്നെ വളരെ കൂടുതലാണെന്ന് പറയും. വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും. പിന്നെ ജിമ്മിലൊന്നും പോകാൻ പറ്റില്ല, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. സോ എനിക്കൊരു എക്സ്ക്യൂസ് ഉണ്ട്. എന്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും. അതുകൊണ്ട് എന്നോട് പറയും കിടന്ന് ഉറങ്ങിക്കോ, ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഐ ലവ് മൈ ഫുഡ്. എന്ത് പറഞ്ഞാലും ഈ ആഹാരക്കാര്യത്തിൽ മാത്രം ഞാൻ ആര് പറയുന്നത് കേൾക്കത്തില്ല. പഞ്ചാബിയാണ്, പറാഠയൊക്കെ വളരെ ഇഷ്ടമാണ്. സോ ഐ തിങ്ക് ഐ എം ബ്ലെസ്ഡ്. ഫുഡിന്റെ കാര്യത്തിൽ ബ്ലെസ്ഡ് ആണ്, മെറ്റബോളിക്കലി ബ്ലെസ്ഡ് ആണ്. ദോസ്താന ചെയ്യുന്ന സമയത്ത് ജോൺ താങ്കളോട് പറഞ്ഞില്ലേ, അതായത് എപ്പോഴൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എക്സസൈസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആക്ച്വലി എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ജോൺ എന്നോട് പറയും, എന്നിട്ട് അദ്ദേഹം ഇരുന്നിട്ട് മറ്റേ സ്റ്റീംഡ് ഫിഷ് കഴിക്കും ഉപ്പൊന്നും ഇല്ലാണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് നേരെ പാസ്ത കഴിക്കും, പിസ്സ കഴിക്കും. ഞാൻ ഇത്രയൊക്കെ കഴിക്കുന്ന കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും എന്നെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും, നീ എന്തൊക്കെയാ കഴിക്കുന്നത്, ഒരു ദിവസം നീ ഭയങ്കര തടിച്ചിയാവും. അപ്പൊ ഞാൻ പറയാം അപ്പൊ നോക്കാം. അപ്പൊ ഞാൻ ജിമ്മിൽ പോയി കളി, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലെസൺ തന്നെ എടുക്കണം, ഏത് കഴിക്കണം ഏത് കഴിക്കാൻ. എനിക്കും അങ്ങനെ ലെസൺ ഒക്കെ തരാറുണ്ട്. എന്തൊക്കെയാ കഴിക്കുന്നത്, ഈറ്റ് ഹെൽത്തി എന്നൊക്കെ പറയും. ഫിറ്റ്നസ്സിൽ ഫോക്കസ് ചെയ്യാതെ, ശരീരം വളരെയധികം ശ്രദ്ധിക്കാതെ, ജിമ്മിലൊന്നും പോകാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയായ താങ്കൾ ഖത്രോം കി ഖിലാഡി എന്നുള്ള ഷോയിൽ എങ്ങനെ പോയി പങ്കെടുത്തു? എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ തിങ്ക് എജിലിറ്റി, പിന്നെ സ്പോർട്ടിനെസ്, ജിമ്മിനും ഇതിനും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇപ്പൊ നിറയെ പേരുണ്ടാവും, അവരുടെ ബോഡി നല്ല ഫിറ്റ് ആയിട്ടിരിക്കും. പക്ഷേ 100 മീറ്റർ റേസ് പോവാണെങ്കിൽ എനിക്ക് അവരെ തോപ്പിക്കാൻ പറ്റും 2 മിനിറ്റ് കൊണ്ട്. എനിക്ക് തലകുത്തനെ നിൽക്കാൻ പറ്റും, പക്ഷെ അവർക്കൊന്ന് കുനിയാൻ പോലും ചിലപ്പോൾ പറ്റുന്നില്ല. സോ അജിലിറ്റിയും അതിലും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഞാൻ വളരെ സ്പോർട്ടിയാണ് എപ്പോഴും. ഗെയിംസ് കളിക്കുന്നത്, ഓടിപ്പിടിച്ച് കളിക്കുന്നത്, ഇതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്നതാ. സോ ഐ എം വെരി എനർജറ്റിക് ആക്ച്വലി ബൈ നേച്ചർ. സോ ഐ തിങ്ക് അങ്ങനെയാണെങ്കിൽ ഖത്രോം കി ഖിലാഡി പങ്കെടുക്കാൻ വേണ്ടി താങ്കൾ അക്ഷയ് കുമാറിനോട് എന്തെങ്കിലും സ്പെഷ്യൽ ട്രെയിനിങ്? ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എപ്പോഴും ആപത്തുകളായിട്ട് കൂടെ ഈ കളിക്കുന്ന. കാര്യങ്ങളെ കുറിച്ച് ജെൻസിനോട് താങ്കൾ സംസാരിക്കില്ലേ? അല്ല, ഞാൻ ആ കാറ്റഗറിയിലല്ല, എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. ധാരാളം പേര് എന്നോട് പറഞ്ഞിരുന്നു പ്രിയങ്ക ചോപ്രയോട് ഈ ചോദ്യം ചോദിക്കണമെന്ന്. ട്രെയിനിൽ ബൈക്ക് ഓടിക്കുന്ന ആ സ്റ്റണ്ട് താങ്കളാണോ ചെയ്തത്? പക്ഷെ മേക്കിംഗ്, നിങ്ങൾ ഖത്രോം കി ഖിലാഡിയുടെ മേക്കിംഗ് നോക്കൂ. ആ ഷോ ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. ഞാൻ അതിൽ ബൈക്കൊക്കെ ഓടിക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. പക്ഷെ ഞാൻ ബൈക്ക് ഓടിക്കുന്നത് ഡോൺ സിനിമയ്ക്ക് വേണ്ടി പഠിച്ചതാ. ഡോൺ എന്ന് പറയുന്ന സിനിമയ്ക്ക് എനിക്ക് ബൈക്ക് ഓടിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഗിയർ ബൈക്കൊന്നും ഓടിക്കാൻ അറിയേയില്ല. അത് ഞാൻ ആ ഡോൺ സിനിമയുടെ ഒരു സീനിന് വേണ്ടി പഠിച്ചതാണ്. അത് വളരെ പ്രയോജനകരമായി. ഇവിടെ പേരൻസ് എതിർത്തില്ലേ, നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു? അതുകൊണ്ടല്ലേ ഞാൻ അച്ഛനെ കൂടെ കൊണ്ടുപോകാത്തത്. ഞാൻ പറഞ്ഞു, അച്ഛ അത്രയും ദൂരം എന്തിനാ അച്ഛൻ വരുന്നത്? അതുകൊണ്ട് TV കാണുന്നവർ അച്ഛൻ അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ അമ്മ ഉണ്ടായിരുന്നു, ഞാൻ അമ്മയെ ഷോപ്പിങ്ങിന് പറഞ്ഞു വിടും. ഓഡിയൻസ് എന്തോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. I saw you with coffee with Karan. I'm gonna just say one name. I just wanna see you expression. Oh God, stop Shahrukh it Khan. please. ഞാൻ ആദ്യം തന്നെ കണ്ണടച്ചു വെച്ചു കേട്ടോ. Please ma'am, at least once. No. Shahrukh Khan. Please stop it. Shada. Shahrukh Khan. Ha, stop it. Once Please, element, മതി please. മതി. ഷാരൂഖ് ഖാറിന് എന്താണ് പ്രോബ്ലം? സാർ, അദ്ദേഹം ആ ലിസ്റ്റിലുണ്ട്. സാറിന് എന്താ അറിയില്ലേ? ആർക്കും അറിയില്ല.
അതെയോ? അദ്ദേഹം ആ ലിസ്റ്റിലുണ്ട്, ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് മുമ്പ് ഞാൻ അത് പറയില്ല, അത് വേറെ കാര്യം. പക്ഷേ പബ്ലിക്കിൽ വെച്ച് അദ്ദേഹത്തെ മിമിക്രി ചെയ്യാം. അതെ, അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടിയാ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ലൈറ്റായിട്ട്, നോക്കൂ ഞാനിത് ചെയ്തോട്ടെ, ചെറിയ കാര്യമാണ്, പ്ലീസ് ഇസ് ഇറ്റ് ഓക്കെ? അദ്ദേഹം പറഞ്ഞ ഹാ ഹാ സാദ് ഖൂൻ മാഫ് എന്ന്.